ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 10 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായി പോകുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് ആദ്യം കപ്പാസിറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. കപ്പാസിറ്റേഴ്സ് ഒരു രണ്ട് കണ്ടക്ടർ ഉണ്ട്. ഈ രണ്ട് കണ്ടക്ടറിൻ്റെ ഇടയിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ രണ്ട് കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഡൈഇലക്ട്രിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റർ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്കിതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. നീളം കൂടിയ വര കൊടുത്തതാണ് പോസിറ്റീവ് ടെർമിനൽ, ചെറുത് നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ വന്ന് ഈ കണ്ടക്ടറിലോട്ട് എത്തും, അല്ലേ? അപ്പോൾ ഈ കണ്ടക്ടറിന് ഇപ്പോൾ ചാർജ് ക്യൂ ആണെങ്കിൽ പ്ലസ് ക്യൂ ചാർജ് കിട്ടും. ഇനി നെഗറ്റീവ് ചാർജ് ഇതിൽ കൂടെ വന്ന് ഈ കണ്ടക്ടറിലോട്ട് എത്തും, അല്ലേ? അപ്പോൾ ഇവിടെ ഏത് ചാർജാണ് വരുന്നത്? മൈനസ് ക്യൂ ചാർജാണ്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഈ സെല്ലിനെ റിമൂവ് ചെയ്യുന്നു. ഈ ബാറ്ററി കണക്ഷൻ ഞാൻ അങ്ങ് മാറ്റുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ചാർജ് അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല. അതാണ് കപ്പാസിറ്റേഴ്സിന്റെ പ്രത്യേകത. അതായത് നമ്മളൊന്ന് ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളൊന്ന് ചാർജ് ചെയ്തു. അപ്പോൾ ഈ ചാർജിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? കപ്പാസിറ്റേഴ്സിനുണ്ട്. അപ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ യൂസ് എന്താണ്? സ്റ്റോർ ചാർജ്, അല്ലെങ്കിൽ സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്യുക. ഇതാണ് എന്തിൻ്റെ യൂസ്? കപ്പാസിറ്റേഴ്സിന്റെ യൂസ്. അപ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ചാർജിനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ എന്താണെന്നോ കണ്ടു കഴിഞ്ഞു. ഈ കപ്പാസിറ്ററിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പൽ ഇതാണ്. രണ്ട് ലൈൻ കൊടുക്കുക, ഇങ്ങനെ. ഇതാണ് കപ്പാസിറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? രണ്ട് കണ്ടക്ടറായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സിമ്പലാണ് കപ്പാസിറ്ററിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് എന്ന ഒരു കോൺസെപ്റ്റ് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ നേരത്തെ വരച്ചൊരു ഫിഗർ വരച്ചു. അതായത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്, അല്ലേ? രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇൻസുലേറ്റർ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെല്ലുമായിട്ട് ചാർജ് ചെയ്യാനായിട്ട് വച്ചേക്കുകയാണ്. അതായത് V വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ കണ്ടക്ടറിൽ എന്ത് വരും? ചാർജ് വരും, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ആദ്യം ചെറിയൊരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജ് സ്റ്റോർ ആവുന്നുണ്ട്. ഇനി പൊട്ടൻഷ്യൽ കൂടുന്തോറും എന്ത് ചെയ്യും? ഈ സ്റ്റോർ ചെയ്യുന്ന ഈ ചാർജിൻ്റെ ക്യൂവിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടി വരും, അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ചാർജ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാം? ഈ കൊടുക്കുന്ന സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? അതായത് ചാർജ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞൂടെ? കാരണം നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്തോറും എന്ത് ചെയ്യും? ഇവിടെ വരുന്ന ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ ചാർജിനെ നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് Q ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? V ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Q പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതാം. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ സൈൻ ഒന്ന് മാറ്റാം. Q ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് C കൊടുക്കുന്നു, ബാലൻസ് ഉള്ളത് V. നമുക്ക് എന്ത് കിട്ടി? Q ഈസ് ഈക്വൽ ടു CV എന്ന് കിട്ടി. ഇനി എന്താണ് ഈ കോൺസ്റ്റന്റ് C? ഈ കോൺസ്റ്റന്റ് C ആണ് നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റൻസ്. അപ്പോൾ എന്താണ് ഈ കപ്പാസിറ്റൻസ്? നമുക്കറിയാം, ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ എത്രത്തോളം അതിന് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, അതായത് ഒരു കപ്പാസിറ്ററിന് എത്രത്തോളം കഴിവുണ്ട് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ, ആ ഒരു എബിലിറ്റി വിളിക്കുന്ന പേരാണെന്ത്? കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതായത് Capacitance is the ability of a conductor
ടു സ്റ്റോർ ചാർജ്. ഒരു കണ്ടക്ടറിന് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. കപ്പാസിറ്റൻസ് നമുക്ക് ഏത് ഇക്വേഷനിലൂടെ മനസ്സിലാക്കാം? Q ഈസ് ഈക്വൽ ടു CV. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതെങ്ങനെയാണ് വന്നത്? Q പ്രൊപ്പോർഷണൽ ടു വിയിൽ നിന്നും നമ്മൾ ഈക്വൽ സൈൻ കൊടുത്തപ്പോൾ C കൊടുത്തു. അപ്പോൾ Q ഈക്വൽ ടു CV. ഇതിന് നമുക്ക് വേണമെങ്കിൽ 1-2 ഇക്വേഷൻ കൂടെ നമുക്ക് ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാം. Q ഈക്വൽ ടു CV അല്ലേ? അതിന് നമുക്ക് കപ്പാസിറ്റൻസ് സിയുടെ ഒരു ഫോർമുല ഉണ്ടാക്കാമല്ലോ. C ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. അപ്പോൾ C ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. അപ്പോൾ കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? Q ഈക്വൽ ടു CV. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Q ബൈ C. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 ഇക്വേഷൻ കിട്ടിയല്ലേ? അപ്പോൾ Q ഈസ് ഈക്വൽ ടു CV, C ഈക്വൽ ടു Q ബൈ V, V ഈക്വൽ ടു Q ബൈ C. ഇനി നമുക്ക് ഈ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ ഫോർമുല നമുക്കറിയാം Q ഡിവൈഡഡ് ബൈ V ആണല്ലേ? അപ്പോൾ Qന്റെ യൂണിറ്റ് നമുക്ക്, അതായത് ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കൂളോംബ് ആണ് അല്ലേ? കൂളോംബ് ആണ്. വിയുടെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. അപ്പോൾ നമുക്കൊരു യൂണിറ്റ് കിട്ടി. കപ്പാസിറ്റൻസിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം പെർ വോൾട്ട് ആണ്. ഇതിന് നമുക്ക് ഫാരഡ് എന്ന് പറയാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയും? ഫാരഡ് എന്ന് പറയും. ഇപ്പോൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് യൂണിറ്റ്? ഫാരഡ് ആണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് പഠിച്ചു. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ആ ഒരു കണ്ടക്ടറിന്റെ ആ ഒരു ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നോക്കാം. നമുക്ക് പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതായത് കണ്ടക്ടറിന്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസും മാറും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. അതായത് അല്ല കണ്ടക്ടേഴ്സ് പാരലൽ പ്ലേറ്റ് പോലെയാണെങ്കിൽ, ആ ഷേപ്പിലാണെങ്കിൽ അത്തരം കപ്പാസിറ്ററാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ടാമത്തത് സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് വിളിക്കാം. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് സ്ഫെറിക്കൽ കപ്പാസിറ്ററിനെ ഒന്ന് പരിചയപ്പെടാം. സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? Q ഡിവൈഡഡ് ബൈ V ആണല്ലേ? Q ഡിവൈഡഡ് ബൈ V നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഇനി നമുക്ക് Vക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. V നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 Q ബൈ R. R എന്ന് പറയുന്നത് ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ C ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 1/4πε0 Q ഡിവൈഡഡ് ബൈ R. ഈ ക്യൂവും ക്യാൻസൽ ആയിപ്പോയി. ഇതെന്ത് ചെയ്യും? മുകളിൽ കയറിപ്പോവും. അപ്പോൾ C ഈക്വൽ ടു 4πε0 R ആണ്. അപ്പോൾ സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4πε0 R. അതായത് നമുക്ക് മനസ്സിലാവും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സ്ഫിയർ. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ.